പോയാൽ അവിടെ DCC പുനഃസംഘടനാ തർക്കത്തിൽ പിന്മാറുന്നില്ല മുൻ അധ്യക്ഷൻ കെ സുധാകരൻ എന്നതാണ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം അധ്യക്ഷന്മാരെ മാറ്റരുത് എന്ന ആവശ്യം അദ്ദേഹം ഉയർത്തുന്നു. മികച്ച പ്രവർത്തനം നടത്തിയ അധ്യക്ഷന്മാരെ മാറ്റിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വാദം. നിർദ്ദേശം ഏതായാലും സുധാകരൻ KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. KPCC പുനഃസംഘടനയ്ക്കുള്ള പട്ടികയും നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, മാർട്ടിൻ ജോർജ്, പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? വിനീത, തീർച്ചയായിട്ടും മലബാറിലുള്ള പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റികളിലെ അല്ലെങ്കിൽ DCC അധ്യക്ഷന്മാരെ മാറ്റാൻ വേണ്ടി ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് KPCC നേതൃത്വത്തെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ KPCCയുടെ നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ സുധാകരൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള ചില ചർച്ചകളൊക്കെ നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഘട്ടത്തിൽ കൂടിയും ഈ DCC പുനഃസംഘടനയിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം അധ്യക്ഷന്മാരെ മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു ആവശ്യം സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അത് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ആദ്യഘട്ടം മുതൽ, അതായത് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളുണ്ടായ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ് മികച്ച പെർഫോമൻസ് ഉള്ള കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് അധ്യക്ഷന്മാരെ മാറ്റേണ്ടുന്ന പ്രശ്നമില്ലല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം കെ സുധാകരൻ തന്നെ പ്രതികരണമായി തന്നെ നടത്തിയതാണ്. എന്തായാലും ഈ കാര്യങ്ങൾ KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പിന്മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉറച്ച ഒരു നിലപാടും ആവശ്യവും തന്നെയാണ് KPCC നേതൃത്വത്തിന് മുന്നിലേക്ക് കെ സുധാകരൻ വെച്ചിരിക്കുന്നത്. മുൻ അധ്യക്ഷൻ, അതായത് സണ്ണി ജോസഫിന് തൊട്ട് മുൻപ് KPCCയുടെ പ്രസിഡന്റായിരുന്ന ഒരാളുടെ അഭിപ്രായം പൂർണ്ണമായും മുഖവിലക്കെടുക്കാതെ ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ കടുത്ത നിലപാട് താൻ സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ സ്വന്തം ജില്ലയാണ്. അവിടെ എല്ലാ കാലത്തും, അതായത് സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ഒരു സ്വാധീന ശക്തിയായി നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തർ, ഏറ്റവും അടുത്ത അനുയായികൾ, അങ്ങനെ ആരെയെങ്കിലും ആളുകളെ മാത്രമേ കണ്ണൂരിൽ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിച്ചിട്ടുള്ളൂ. അതിനു പുറമെ മലപ്പുറം DCC അധ്യക്ഷൻ വി ജോയ് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സുധാകരൻ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾ കൂടിയാണ് വി ജോയ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വി ജോയിയെ മാറ്റിക്കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലൊരു തിരിച്ചടിയിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മുൻ KPCC അധ്യക്ഷൻ സുധാകരൻ പുതിയ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രവീൺ കുമാറിൻ്റെ കാര്യവും. കോഴിക്കോട് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം കർശനമായ രീതിയിൽ തന്നെ KPCC നേതൃത്വത്തോട് സംവദിച്ചിട്ടുണ്ട്. അതിന് പുറമെ, അതായത് DCC പുനഃസംഘടനകൾക്ക് പുറമെ ചില കാര്യങ്ങൾ കൂടി KPCC പുനഃസംഘടന ഉണ്ടാവുമെന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെയാണ് എങ്കിൽ, അല്ലെങ്കിൽ KPCC പുനഃസംഘടന നടത്തുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും പരിഗണിക്കേണ്ടവരുടെ പട്ടിക പോലും, അല്ലെങ്കിൽ പട്ടിക ഉൾപ്പെടെ കെ സുധാകരൻ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സുധാകരൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നും ഒരു തരത്തിൽ പോലും ഭയപ്പെടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. മുന്നോട്ട് വെച്ച ആവശ്യം കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള മലബാർ ജില്ലകളിലുള്ള DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ സുധാകരന്റെ അഭിപ്രായം നിർണായകമായി ഇവർ 3 പേരും മാറില്ല എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം.